നമസ്കാരം സുഹൃത്തുക്കളെ. As it touch me, all over India, transgender will come. Mat samjho, mat karo. അത്ര നമ്മളെ പേടിക്കില്ല മാത്രം. എനിക്ക് അവിടെ തരംതില്ല, ഞാൻ 3 തരും, അത്രേ ഉള്ളൂ. പോലീസ് ആയിക്കോട്ടെ. ഫസ്റ്റ് നിങ്ങൾ മറക്കണ്ട, ട്രാൻസ്ജെൻഡർ ആണ് നമ്മള്. മനസ്സിലായോ? ജാൻമണി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, മലയാളിയല്ല, ആസാംകാരിയാണ്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, കാണാത്തവരൊന്നുകൂടി നോക്കിയാൽ മതി. സംഗതി ഇത്രയേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ മാതാവിനെ, നരേന്ദ്രമോദിയുടെ മാതാവ് മരിച്ചു പോയത് നമുക്കെല്ലാവർക്കും അറിയാം. അവരെ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് അവർ പരാമർശിച്ചത്. ഒരാളും പറയാൻ പാടില്ല അങ്ങനെ. നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചത് 1989-ലാണ്. എന്നാൽ ഈ സ്ത്രീ, ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നെനിക്കറിയില്ല, ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചതാണ്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് 1950-ലാണ് നരേന്ദ്രമോദി ജനിച്ചത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സത്യവുമായിട്ട് യാതൊരു കുലബന്ധവും ഇല്ലാത്തൊരു കാര്യം. എത്ര മോശമായിട്ടുള്ളൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നു. അതായത് ഇങ്ങനെ ജനിച്ച ഒരു മോനാണ്, ആ മോൻ അമ്മയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കപടമാണ് എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അവരെന്തോ ഒരു തമാശ രീതിയിലാണ് പറഞ്ഞത്. അത് വലിയ വിഷയമായി ഒരുപാട് കേസുകളായി. ഇവർ ഒന്നാമതേ ആസാംകാരിയാണ്. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഭരിക്കുന്നത്. അവിടെ വരെ കേസായിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർക്ക് അവിടെ വീടും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. വലിയ വിഷയമാവാൻ കൂടുതലൊന്നും വേണ്ട. തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ്. അവരിവിടെ ഈ സോ കോൾഡ് സെലിബ്രിറ്റികളുടെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അവർക്കിവിടെ തുടർന്ന് ജോലി ചെയ്യാൻ തന്നെ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. ഈ അടുത്ത സമയത്ത് രഞ്ജിനി ഹരിദാസ് എന്ന ആ സ്ത്രീ ഡൽഹിയിൽ പോയി പാറ്റാ സമരത്തിന് പിന്തുണ കൊടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇവരെ കൂടെ അവർ കൊണ്ടുവരുന്നു. കാരണം അവരുടെ കൂടി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇവർ. അവരെന്ത് ധൈര്യത്തിലാണ് ഇത്ര വലിയ പിതൃശൂന്യത വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇതായിരുന്നു അവരുടെ ധൈര്യം. അവരൊരു ട്രാൻസ്ജെൻഡറാണ്. അവരുടെ ദേഹത്ത് തൊട്ടാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സും ഇളകി വരും, അവർക്ക് വേണ്ടിയിട്ട് വരും. പോലീസിനെ പോലും അവർക്ക് പേടിയില്ല എന്ന തരത്തിലാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ചിലവാകുമെന്ന് തോന്നുന്നില്ല. സംഖ്യകളാകെ കലിപ്പടിച്ച് നിൽക്കുകയാണ്. ഇത് കേസിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലെ ഇതിനെതിരെയുള്ള വിമർശനങ്ങളും ആ സംഖ്യകളുടെയൊക്കെ രോഷം കണ്ടിട്ട് ഇത് മിക്കവാറും ഇത് കേസിൽ തീരാനുള്ള സാധ്യത കാണുന്നില്ല. അദ്ദേഹം നന്നായിട്ട് നോവാൻ തന്നെയാണ്. ഈ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ദേഹം നോവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സംഖ്യകളുടെ മുന്നിൽ പെട്ടാൽ കാര്യം കോഞ്ഞാട്ടയായിരിക്കും. കാരണം ഒരാളും പറയാൻ പാടില്ല ഇങ്ങനെ ഒരു കാര്യം. ഒരാളും എത്ര രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും പറയാൻ പാടില്ല. നമുക്ക് ഗൂഗിളിലെടുത്തൊന്ന് അടിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ വാർത്തകൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നരേന്ദ്രമോദിയുടെ അച്ഛൻ 1989 ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ബോൺ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന്. മോദി ജനിച്ചു കഴിഞ്ഞ് 39 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി 47 മരിച്ചു പോയെന്നും അതിനുശേഷമാണ് 50 നരേന്ദ്രമോദി ജനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്നോടൊക്കെയാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും സഹിക്കുമോ? ആ സ്പോട്ടിൽ പൊട്ടിക്കില്ലേ? അതുതന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് കേസിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസാം പോലെ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇവിടെ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്താ വീരവാദവും, എന്നെ തൊട്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാണാം. ഈ രാജ്യത്ത് കൂടിപ്പോയ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് കാണും? അതിൻ്റെ എത്രയോ ഇരട്ടി ഇവിടെ നരേന്ദ്രമോദിനെ ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹത്തിനോട് വേണ്ടിയിട്ട് ഒരുപക്ഷെ ചാവാനും കൊല്ലാനും തയ്യാറായിട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട്. അവിടെയാണ് ഇയാൾ ഈ ആണോ പെണ്ണോ എനിക്കറിയില്ല ഇവർ ഇത് പറഞ്ഞു വെച്ചത്. ബാക്കി അവരുടെ വിധി കണ്ടറിയണം. ഇനിയിപ്പോൾ ഞാൻ തന്നെ മുൻ വീഡിയോകളിലൊക്കെ ചെയ്ത പോലെ ആദ്യം വീരവാദം മുഴക്കും. നരേന്ദ്രമോദിയെ ഒരു തോക്ക് കിട്ടിയ കൊല്ലുമെന്ന് പറയും. മണിക്കൂറുകൾക്ക് വന്ന് കരഞ്ഞു വഴുകി അയ്യോ ഞാൻ അറിയാതെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് പറഞ്ഞാണ്, ക്ഷമിക്കണം എന്ന് പറയും. പാർലമെൻറ്റ് കത്തിക്കണമെന്ന് പറഞ്ഞവനും പിന്നെ വന്ന് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ വലിയ താമസമില്ലാതെ ഇവർ വന്ന് കരഞ്ഞ് മെഴുകുന്ന ഒരു കാഴ്ച കാണാം. അതും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും വീഡിയോ ആയിട്ട്. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക?